ക്രിസോസ്റ്റം തിരുമേനി കേരളത്തിൻ്റെ ഒരു പൊതു സ്വത്താണ്. മാർത്തോമാ സഭയുടെ ഒരു വൈദികനായാൽ ജീവിതം ആരംഭിച്ച തിരുമേനി മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയായി, അതിനുശേഷം ഇന്ന് മാർത്തോമാ സഭയ്ക്കും എല്ലാ സഭകൾക്കും അതീതനായി എല്ലാവരുടെയും അംഗീകരിക്കപ്പെട്ട ഒരു പൊതു സ്വത്തായി മാറിയിരിക്കുകയാണ്. തിരുമേനി എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ചെറിയ അത്ഭുതം തന്നെയാണ്. ഇത്രയും വലിയ സ്വീകാര്യത ഒരു മതമേലധ്യക്ഷൻ ലഭിക്കുക എന്നത് സമാന്തരമില്ലാത്തതാണെന്നാണ് യാഥാർത്ഥ്യം. എന്താണ് അതിന് കാരണം? തിരുമേനിയുടെ ജീവിതം നാം പഠിക്കേണ്ടതാണ്. ഒരു വലിയ മനുഷ്യസ്നേഹി, എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള കഴിവ്. അത് എത്ര പാവപ്പെട്ടവനായാലും, ഏത് ജാതിയായാലും, ഏത് മതമായാലും തിരുമേനിക്ക് ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവരൊക്കെ തന്നെപ്പോലെ കാണാൻ തിരുമേനിക്ക് കഴിയും. തിരുമേനിയുടെ സുഹൃത്തുക്കളുടെ ലിസ്റ്റ് അതെടുത്താൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. തിരുമേനി യഥാർത്ഥത്തിൽ വേദപുസ്തക പ്രമാണങ്ങൾ ജീവിതത്തിൽ അതുപോലെ പകർത്തി ജീവിക്കുന്ന ആളാണ്. അത് തിരുമേനി പറയുന്നില്ല, തിരുമേനി അത് അഭിമാനിക്കുന്നില്ല. തിരുമേനി പറയുന്ന നർമ്മങ്ങളിലൊക്കെ തിരുമേനിയുടെ നർമ്മബോധം എന്നെ അതിശയിപ്പിക്കുന്നതാണ്. ഏത് പ്രസംഗത്തിലും എവിടെയും ആപ്റ്റായ വിഷയം, ആപ്റ്റായ കഥ അപ്പോൾ തന്നെ സ്പോണ്ടേനിയസായി തിരുമേനി പറയും. അത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. 100-ാമത്തെ വയസ്സിലും വളരെ വ്യക്തമായ ചിന്ത, സൂക്ഷ്മമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, വ്യക്തമായി കാര്യങ്ങൾ പറയുന്നു. പ്രായത്തിൻ്റെ യാതൊരു ക്ഷീണവും അദ്ദേഹത്തിൻ്റെ മനസ്സിനെയോ ബുദ്ധിയോ ബാധിച്ചിട്ടില്ല. ഇത് ക്രിസോസ്റ്റം തിരുമേനിക്ക് മാത്രമുള്ള പ്രത്യേക കഴിവും ദൈവാനുഗ്രഹവുമാണ്. തിരുമേനിയോട് അല്പസമയം സമ്പാദിക്കാൻ എനിക്ക് അവസരം കിട്ടുന്നു എന്നതിൽ വളരെ സന്തോഷവും അഭിമാനവും എനിക്കുണ്ട്. സന്തോഷത്തോടു കൂടാണ് ഞാൻ തിരുമേനിയോടുള്ള സംവാദത്തിന് ഒരുങ്ങുന്നത്. Professor P.J. Kurian is an Indian politician, social worker and educationist who is the Deputy Chairman of the Rajya Sabha. A leader of the Indian National Congress, Kurian served as a Union Minister in the P.V. Narasimha Rao government and was a member of the Lok Sabha for 6 consecutive terms. I will call you. തിരുമേനിയോട് സംസാരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യമായി തിരുമേനിക്ക് എൻ്റെ വിനീതമായ കൂപ്പുകൈ. എൻ്റെയും കൂപ്പുകൈ. തിരുമേനി കേരള സമൂഹത്തിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. 100 വയസ്സ് വരെ തിരുമേനിയെ ആരോഗ്യത്തോടുകൂടെ ദൈവം പരിപാലിക്കുന്നു. തിരുമേനി കേരള സമൂഹത്തെ ആധ്യാത്മികമായും സാമൂഹികമായും നയിക്കുകയാണ്. തിരുമേനിയുടെ ശബ്ദം കേൾക്കാൻ കേരളത്തിലെല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും തിരുമേനിയെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ജാതി വ്യത്യാസവും മതവ്യത്യാസവും ഒന്നും അതിനകത്തില്ല. ഇത്ര വലിയ ഒരു അംഗീകാരം എങ്ങനെ തിരുമേനിക്ക് ലഭിച്ചു എന്ന് തിരുമേനി ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ കാര്യം, ഞാൻ ആരോടും വഴക്കിടാൻ പോകുന്നില്ല. ആരെയും
അപലപിക്കുന്നില്ല. ഞാൻ വലിയ ആളായിരുന്നെങ്കിൽ പലരെയും അവഗണിക്കും. ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് മറ്റുള്ളവരൊക്കെ വലിയവരായി കാണാൻ എനിക്ക് സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ അവരെ കാണുമ്പോൾ അവരെന്നെ അവഗണിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ കഴിവുകേടാണ് എൻ്റെ അനുഗ്രഹമായിരിക്കുന്നത്. അപ്പോൾ തിരുമേനി ഒരു സാധാരണക്കാരനാണെന്നുള്ള തിരുമേനിയുടെ ആ ബോധം, ആ ബോധത്തോടുകൂടെ മറ്റുള്ളവരെയെല്ലാം തിരുമേനിയെപ്പോലോ അതിനേക്കാൾ വലിയവരായിട്ടോ കാണുവാനുള്ള തിരുമേനിയുടെ ആ മനസ്സ്, അതാണ് തിരുമേനിയുടെ ഈ പൂർണ്ണമായ സ്വീകാര്യതയുടെ കാരണമെന്നാണ് തിരുമേനി കാണുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി അത് നേരാ. തിരുമേനിയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, തിരുമേനിയുടെ ഒരു ഭിക്ഷക്കാരി ഭിക്ഷ ചോദിച്ചു. അപ്പോൾ തിരുമേനി ആ ഭിക്ഷക്കാരിയോട് പറഞ്ഞു, ഞാനും നിങ്ങളും ഒരുപോലെ ഉള്ളൂ, ഞാനും ഒന്നുമില്ലാത്ത ഒരാളാണ്, നമ്മൾ രണ്ടും തുല്യരാണ് എന്ന് പറഞ്ഞ് തിരുമേനി അവരോടും ഭിക്ഷ ചോദിച്ചു. അവർ തിരുമേനിക്ക് 1 രൂപ തന്നു. തിരുമേനി അതും കൊണ്ട് പൊക്കളഞ്ഞു. അത് എന്താണെന്ന് ഞാൻ വളരെ ആലോചിച്ചു. പിന്നീടാണ് എനിക്ക് പിടികിട്ടിയത്. ഇപ്പോൾ തിരുമേനി പറഞ്ഞത്, തിരുമേനി വലിയൊരു മെസ്സേജ് കൊടുക്കുകയായിരുന്നു അവർക്ക്, അല്ലേ? നമ്മൾ രണ്ടും ഒരുപോലെ. അങ്ങനെ ആയിരുന്നോ തിരുമേനിയുടെ അതിൻ്റെ? അതെ, ഞാൻ പലരെ അവർക്ക് ഞാൻ പോകുമ്പോൾ തിരിച്ച് കുറച്ച് രൂപ കൂടെ കൊടുക്കുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്നെ പലരും വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പണം കൊണ്ട് മാത്രമല്ല, മറ്റുള്ളവരുടെ ആശ്രയം ജീവിക്കുന്ന ആളിൻ്റെ സഹായത്തോടുകൂടി. അതുകൊണ്ട് ഞാൻ പോയ വഴിക്ക് പെട്രോൾ വാങ്ങിച്ചപ്പോൾ ആ രൂപ ഓർത്തു. അത് ശരി. അത് തിരുമേനിക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് തിരുമേനി അതിനെ ഒരു ഉന്നതമായ തലത്തിൽ കാണുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഒക്കെയും ഇത് നമുക്കൊക്കെ വരുന്ന, സാധാരണക്കാർക്ക് വരുന്ന കുഴപ്പം, കുറേ ആളുകളെ പാവങ്ങളായും, കുറേ ആളുകളെ നമ്മളെക്കാൾ താണവരായും, കുറേ ആളുകൾ നമ്മളെക്കാൾ ഉയർന്നവരായും, കുറേ ആളുകളെ പാപികളായും ഒക്കെ കണ്ട് തരംതിരിക്കും. തിരുമേനിക്ക് അങ്ങനെ ഒരു തരംതിരിവില്ല എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ, അല്ലേ? അപ്പോൾ ശ്രമിക്കുന്നു. ഓക്കെ, അതെ. അപ്പോൾ എനിക്കൊരു ചോദ്യം അതിനകത്തുനിന്നുണ്ട്. തിരുമേനി സഭയുടെ ഒരു അഭിഷിക്തനായ മെത്രാപ്പോലിത്തയാണ്. സഭയുടെ ചട്ടങ്ങളും അനുസരിച്ച്, ഒന്ന്, പാപികളായി തിന്മകൾ ചെയ്യുന്ന, സാമൂഹിക തിന്മകൾക്ക് വിധേയരായി തെറ്റുകൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഇത് ചെയ്യാത്തവരോ ചെയ്തില്ലെന്ന് നടിക്കുന്നതോ ആളുകൾ വേറെയുമുണ്ട്. ഇവരെ തമ്മിൽ തിരുമേനിക്ക് വ്യത്യാസമുണ്ടോ? ഒരു തെറ്റും ചെയ്യാത്ത ഒരു വിശുദ്ധനെന്ന് പറയുന്ന ആളും പാപിയും കൂടെ തിരുമേനിയുടെ അരിക്ക് വരുമ്പോൾ തിരുമേനി എന്തോ ചെയ്യും? ഇവർ രണ്ടും ഒരുപോലെ കാണുമോ? എനിക്ക് പറയാനുള്ളത്, ഞാൻ വളരെ ബഹുമാനിക്കുകയും പിന്തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹം ഇന്ന് രാവിലെ കുർബാന ചൊല്ലിയപ്പോൾ പറഞ്ഞു, ഞാൻ മഹാഭാവിയാണ് ദൈവത്തോട് പറഞ്ഞു. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനാക്കാൻ യോഗ്യനാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ പാപം ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ പാപിയാണ്. എന്നാൽ എൻ്റെ അനുജനും ഞാനും കൊണ്ട് നിന്നാൽ പാപബോധം ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിൽ ഞാൻ ഇടപെടുന്ന ആളുകൾ ആണ് എനിക്ക് എൻ്റെ പാപത്തെ പറ്റി ബോധം തരുന്നത്. അവരുടെ സ്നേഹം, കരുതൽ മനസ്സിലാകുന്നു. ഇപ്പോൾ കുര്യൻ സാറിനോട് ഞാനൊരു കാര്യം പറയുന്നു, എനിക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അത് ബുക്ക് ചെയ്ത് തരുന്നു. അത് ധൃതി ഉണ്ടെങ്കിലും സെക്രട്ടറിയോട് പറയുന്നു, ഇത് സാധിച്ചു കൊടുക്കണം. അങ്ങനെ സാധിച്ചു തരും. അതിന് ഞാൻ അർഹനല്ല. എന്നാൽ അത് സാധിച്ചു തരുമ്പോൾ എന്നെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് കാണും. അപ്പോൾ ഞാൻ ഒരുപക്ഷെ
കോൺഗ്രസ്സിന് വോട്ട് ചെയ്യലെന്ന് അറിഞ്ഞാൽ എന്നാലും എന്നെ സ്നേഹിക്കും. അങ്ങനെ ആകുമ്പോൾ ഞാനും അങ്ങനെ ആകുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഞാനായി തീർന്നത് കുര്യൻ സാറുമായും ഇങ്ങനെയുള്ള ആളുകളുമായുള്ള ബന്ധം കൊണ്ട്. അപ്പോൾ സമൂഹത്തോടുള്ള ബന്ധം, സമൂഹത്തിലെ ആളുകൾ ഈ കുറ്റക്കാരായി നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളായത് ഞാൻ മൂലം കൂടാണ്, അല്ലേ? എൻ്റെ വീട്ടിൽ നിന്ന് അതൊരു വലിയ തിരിച്ചറിവാണ്. അതെ, എൻ്റെ വീട്ടിൽ നിന്ന് 2 വാഴക്കൊല ഒരുത്തം മോഷ്ടിച്ചു. അവൻ മോഷ്ടിച്ചത് എന്താ? പകൽ ഞാൻ ചോദിച്ചാൽ കൊടുക്കുമായിരുന്നെങ്കിൽ അവൻ പകൽ വരത്തില്ല, രാത്രി വരൂ. അപ്പോൾ ഞാൻ പകൽ അവന് ചോദിച്ചാൽ കൊടുക്കാത്തത് കൊണ്ടാണ് അവൻ കള്ളനായത്. അപ്പോൾ സമൂഹത്തിൽ കുറ്റങ്ങൾ വർദ്ധിക്കുന്നതിന് സമൂഹത്തിന് നമുക്കെല്ലാം പങ്കുണ്ട്. റൈറ്റ്. അപ്പം ഞാനൊരു കാര്യം അതിനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള കേരളമാണ്. എല്ലാ സഭകളും ഉണ്ട്. വൈദികരുടെ എണ്ണവും ബിഷപ്പുമാരുടെ എണ്ണവും കൂടുതലും കേരളത്തിലായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കുറ്റകൃത്യങ്ങളുടെ കണക്കെടുത്താൽ എല്ലാ തരം കുറ്റകൃത്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിലാണ് കൂടുതൽ എന്നത്. മദ്യപാനവും കേരളത്തിലാണ് കൂടുതൽ. അപ്പോൾ ഈ ക്രൈസ്തവ സഭയുടെ സാന്നിധ്യവും ക്രൈസ്തവ സഭയുടെ ഈ പ്രചരണങ്ങളും എല്ലാം ഉണ്ടായിട്ടും കുറ്റകൃത്യങ്ങളിൽ കുറവ് വരാത്തത് എന്താണ്? അതിൽ നമുക്ക് ക്രിസ്ത്യാനികൾക്കും ഒരു കാര്യമായ പങ്ക് ഇല്ലേ? എന്താണ് അതിൻ്റെ തിരുമേനിയുടെ കാഴ്ചപ്പാട്? ആ ചോദ്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളുടെ ജീവിതം വളരെ സ്ഫടികമായിരുന്നെങ്കിൽ കേരളം ഇങ്ങനെ ഇരിക്കുകയില്ല. ഇന്ന് ഈ ഞാൻ നമ്പൂതിരിപ്പാടിനെ കണ്ട് മദ്യപഠനത്തെ പറ്റി സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, തിരുമേനി ഈ ക്രിസ്ത്യാനികളുടെ കള്ളുകൂടി അങ്ങ് നിർത്തിച്ചാട്ടെ. തിരുമേനിക്ക് അധികം ബാക്കി ഞാൻ എന്ന് പറഞ്ഞു. തിരുമേനിക്ക് മറുപടി ഇല്ലാതെ പോയി കാണും. അത് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ക്രിസ്ത്യാനികളാകുകയായിരുന്നെങ്കിൽ കേരളമായിരുന്നു. അതാണ് വേണ്ടത്. അപ്പം ഈ കേരളത്തിലെ ഈ ധാർമ്മിക അധപ്പതനത്തിന് ക്രിസ്ത്യാനികൾക്ക് വലിയ പങ്കുണ്ട്. ക്രിസ്ത്യാനികളുടെ കുറ്റമാണ് പ്രധാന പങ്ക്. പ്രധാനം അല്ലേ? അതെ. സഭകൾ ഒരു സഭയെ സ്വീകരിക്കും, അവർ തമ്മിൽ കണ്ട സംസാരിക്കും. മറ്റ് സഭയെ നശിപ്പിക്കണം എന്നാണ്. എന്നാൽ എല്ലാവരും വളരണം. ഈ എന്തുകൊണ്ട് ഒരുത്തൻ കുറ്റക്കാരനായിത്തീരും? അവനെ നമ്മൾ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ അവൻ വളരെ ഈ കരിക്കമ്പില്ലായി ചെയ്തല്ലോ. അതിലൊരു ആഫ്രിക്കൻ ഉണ്ടായിരുന്നു, അവനൊരു ക്രിസ്ത്യനാണ്. അവനെ എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പെർമിഷനൊക്കെ എടുത്തുകൊണ്ട് അവനെ കാണാൻ പോയി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഐ ആം എ പ്രിസണർ ഇൻ ദിസ് ജയിൽ. ഞാൻ പറഞ്ഞു, ഐ നോ ദാറ്റ്, യു ഡോണ്ട് നോ ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞ്, അപ്പം അവൻ സമ്മതിക്കുകയില്ല. അപ്പം ഞാനും അവനും തന്നെ ഉള്ളു. അപ്പം ഒന്നും കൊന്നേച്ചിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ഇത് എൻ്റെ അഭിപ്രായം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഇവിടെ എല്ലാവരും മലയാളം പറയുന്നത്, എനിക്ക് മലയാളം അറിയാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടെ സൊസൈറ്റിയിൽ അവരാരും പറഞ്ഞത്. രണ്ടാമത് എനിക്ക് വിസിറ്റേഴ്സ് എന്നെ കാണാൻ ജയിലിലായപ്പോൾ എൻ്റെ അപ്പൻ ആഫ്രിക്കയിൽ വന്നു. അത് പിന്നെ വരുന്ന വിസിറ്റർ ബിഷപ്പാണ്. അപ്പോൾ അവൻ പറഞ്ഞത്, ഐ ആം എ പ്രിസണർ ഇൻ ദിസ് ജയിൽ. ഈ ജയിൽ ആണ്, അവിടെ തന്നെ മറ്റുള്ളവർക്കുള്ള സൗകര്യങ്ങൾ എനിക്ക്. ഇത് നമ്മൾ റിയലൈസ് ചെയ്യണം.
മറ്റുള്ളവൻ അവനിങ്ങനെ ആയിരിക്കുന്നത് നമ്മൾ അവന് വേണ്ട അടിസ്ഥാന അവകാശങ്ങളും ആവശ്യങ്ങളും നിഷേധിച്ചതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അതെ, അപ്പോൾ സഭയുടെ ഒരു സാമൂഹ്യ ചുമതലയും സാമൂഹ്യ സഭയുടെ ഫെയിലിയറാണ് ജയിൽ. സഭയുടെ ഫെയിലിയറാണ് ജയിൽ. അതെ, അത് പറഞ്ഞപ്പോഴാണ് പിന്നെ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ജയിലുകളുടെ എണ്ണം കുറയണമെങ്കിൽ സ്കൂളുകളുടെ എണ്ണം കൂട്ടണമെന്ന്. ഒരു സ്കൂള് തുറന്നാൽ പല ജയിലുകൾ അടയും എന്നൊരു ഒരു ഒരു വലിയ ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിനോട് വലുത് ചോദിക്കുകയാണ്, കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്തീയ സഭ നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ആദ്യമേ വിദ്യാഭ്യാസം ഒരു വിഭാഗം ആളുകൾക്ക് നിഷേധിച്ചിരുന്ന കാലത്ത് അങ്ങനെയുള്ളവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാൻ സ്കൂളുകൾ തുടങ്ങിയത് അതിനകത്ത് സഭയാണ് മുൻകൈ എടുത്തത്. അതുകൊണ്ടാണല്ലോ പള്ളിക്കൂടം എന്നുള്ള പേര് വന്നത്. എൻ്റെ ഓർമ്മ ശരിയാണ്, ചാവറയച്ചനാണ് ഈ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം വേണമെന്ന് പള്ളികളിലൊക്കെ കത്ത് കൊടുത്ത് അങ്ങനെ പള്ളിക്കൂടം ഉണ്ടായി. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഒരു സ്വാധീനം, ഒരുപാട് ഇൻഫ്ലുവൻസും ക്രിസ്തീയ സഭകൾക്കുണ്ട്. പക്ഷേ ഇന്ന് നിരവധി ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും, അതെല്ലാം വാർത്തകളുള്ളതാണ്, ആളുകളും ക്രിസ്തേതരമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ, അധ്യാപക നിയമനത്തിന് കൈക്കൂലി, വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് ക്യാപിറ്റേഷൻ ഫീ, ഇത് നടക്കുന്നതിനെക്കുറിച്ച് മറ്റ് ആളുകളിലും പ്രത്യേകിച്ച് പൊതുവെ സാമൂഹ്യ പ്രവർത്തകരിലും വലിയ അസംതൃപ്തിയുണ്ട്. പക്ഷേ ആര് നോക്കിയാലും മാറാതെ ഇത് തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ വിദ്യാഭ്യാസ രംഗത്തെ ഈ തരത്തിലുള്ള അഴിമതിയിൽ എന്തുകൊണ്ട് ക്രിസ്തീയ സഭകൾ വ്യത്യസ്തമായ ധീരമായ ഒരു നിലപാടെടുക്കുന്നില്ല? എടുക്കേണ്ടതല്ലേ? തിരുമേനിയുടെ കാഴ്ചപ്പാടുണ്ട്. എടുക്കേണ്ടതാണെന്നുള്ളതിനെ ആരും എതിർക്കുകയില്ല. എല്ലാവരും അവരുടെ തെറ്റ് ശരിയാണെന്ന് വ്യാഖ്യാനിക്കാൻ പോകും. ഞങ്ങൾക്ക് പഠിക്കാൻ പണമില്ല, പഠിപ്പിക്കാൻ പണമില്ല എന്നൊക്കെ പറയും. അത് പൊതുവിനോട് ചോദിച്ചു വാങ്ങണം, മറ്റു കാര്യങ്ങൾക്കൊക്കെ ചോദിച്ചു വാങ്ങണം. ഇപ്പം നമ്മൾ പള്ളി പണിയാനും അരമന പണിയാൻ വിദ്യാഭ്യാസത്തിന് പഠിപ്പിക്കത്തില്ല. അത് ഇന്ന് നല്ല സ്കൂളിൽ സാധാരണ കുട്ടിക്ക് പഠിക്കാനും സൗകര്യമില്ലാത്ത സ്കൂളിൽ അവൻ പഠിക്കണം. അത് ഒരു വലിയൊരു പാപമാണ് എൻ്റെ വിശ്വാസം. രണ്ടു തരം സ്കൂളുകൾ, രണ്ടു തരം. അതെ, പാവപ്പെട്ടവർക്ക് സൗകര്യമില്ലാത്തത് സ്കൂള്, അവിടെ അവഗണിക്കപ്പെട്ട സ്കൂള് മറ്റേ. അതുകൊണ്ട് അത് വലിയ തെറ്റാണ്. ഇപ്പം നമ്മുടെ തിരുവനന്തപുരം സ്കൂളിലൊക്കെ അതിൻ്റെ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞു, 5 പേരെങ്കിലും ബാക്ക്വേർഡ് ക്ലാസ് പീപ്പിൾ നിങ്ങൾ എടുക്കണം. അവർക്ക് തരാവുന്ന ഫീസ്, അല്ലെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിച്ച ഫീസ് ചിലപ്പോൾ തരാനൊക്കെയില്ല, അത് കൊടുക്കണം. ഈ അധ്യാപക നിയമനത്തിൽ കോഴ വെച്ച അധ്യാപകരെ നിയമിച്ചാൽ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം താഴും എന്നതിന് വാങ്ങിക്കുന്നവർക്കറിയാം. അപ്പോൾ എൻ്റെ പോയിൻ്റ്, എന്തുകൊണ്ട് ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് ഇതിന് എതിരെ ഒരു നിലപാടെടുക്കുകയും സ്വയം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ല? അതിന് ഉത്തരം ഞാൻ പറയാം. ഞങ്ങളുടെ രാജ്യത്തെ ഇന്ത്യയിൽ ഡെപ്യൂട്ടി ചെയർമാൻ അദ്ദേഹത്തോട് ഞാൻ പറയാം, അദ്ദേഹത്തെ എനിക്ക് പരിചയമാണ്. ഈ സഭയോ ഇങ്ങനൊന്നും നന്നാ ദൈവം തമ്മിലും വിചാരിച്ചിട്ട് സാധിച്ചിട്ടില്ല. അല്ല, ഈ 100 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഇത്രയും ജനങ്ങളുടെ അംഗീകാരമുള്ള തിരുമേനി വിചാരിച്ചാൽ നടന്നേക്കുമെന്ന് കരുതിയാണ് ഞാനീ പറയുന്നത്. അത് മനസ്സിലായി. ഞാൻ വിചാരിച്ചാൽ എനിക്കങ്ങ് നടന്നു പോവാം. ഇത് വലിയ ഈ മെസ്സേജ് ഈ കള്ളുകൂടിയേക്കാൾ കൂടിയ കുഴപ്പമായി. അതെ, തീർച്ചയായും സാമൂഹ്യ തിന്മകളിൽ പ്രധാനമാണ് ഇതും.
ഈ കള്ളുകൂടിയും കുടിച്ചേച്ച് ഭാര്യയെ അടിക്കുമെന്നല്ല. ഇതിപ്പോൾ അനേകർക്ക് എല്ലാവരും അടിക്കത്തൊന്നുമില്ല, എല്ലാവരും അടിക്കത്തുമില്ല. ചില ആളുകൾ കള്ളു കുടിച്ചേച്ച് ഭാര്യയെ കൂടുതൽ സ്നേഹിക്കുമെന്നാണ് പറയുന്നത്. അതല്ലയോ? അങ്ങനെയുള്ളവരും ഉണ്ട്. ആ, എന്നാ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അത് ശരിയാ. ഈ സമൂഹത്തിൽ മറ്റുള്ളവൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്, അവൻ അവകാശങ്ങൾ ഉണ്ടാക്കി കൊടുക്കാത്തത്. ഗാന്ധിജിയെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ ബഹുമാനിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കുള്ള പല അവകാശങ്ങൾ ഇല്ലാതായിരുന്നു. എന്നെ ഞാനാക്കി തീർത്തത് ഒരു പ്രധാന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അതുപോലെ സഭയ്ക്ക് പറയാൻ നോക്കും. തിരുമേനി കള്ളുകുടിയെക്കുറിച്ച് പറഞ്ഞല്ലോ. എൻ്റെ ഒരു സംശയമാണ്, സഭയ്ക്ക് എന്തുകൊണ്ട് ഈ വിവാഹം നടത്തി കൊടുക്കുന്ന അത് വൈദികരാണല്ലോ സഭയുടെ നിയന്ത്രണത്തിൽ, സഭയ്ക്ക് എന്തുകൊണ്ട് കർശനമായി വൈദികർക്ക് നിർദ്ദേശം കൊടുത്തുകൂടാ? ഈ വിവാഹത്തോടനുബന്ധിച്ച് മദ്യപാനം ഉള്ളിടത്താണെങ്കിൽ വൈദികൻ വിവാഹം നടത്താൻ തയ്യാറാകരുത് എന്ന് സഭയ്ക്ക് പറയാൻ കഴിയില്ലേ? രണ്ട് സ്ത്രീധനം ഒരു മറ്റൊരു വലിയ അഴിമതിയാണ്. സഭയ്ക്ക് എന്തുകൊണ്ട് വൈദികർക്ക് നിർദ്ദേശം കൊടുക്കാൻ കഴിയുന്നില്ല? സ്ത്രീധനം വാങ്ങുന്ന കല്യാണങ്ങളിൽ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് വൈദികർ അതിനകത്ത് നിയന്ത്രണം. 3, ആർഭാടം. കല്യാണത്തിലെ വലിയ ആർഭാടം ഒരു വലിയ തിന്മയാ, പാപമാണെന്ന് തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സഭയ്ക്ക് നിർദ്ദേശം കൊടുത്തുകൂടാ? സഭയിലെ അംഗങ്ങൾ, അത് വൈദികർ കല്യാണത്തിന് ഇത്തരം ആർഭാടത്തിൽ പാടില്ല, ഇങ്ങനെയുള്ള വലിയ ആർഭാടം ഉള്ളിടത്ത് വൈദികർ പോകില്ല എന്ന് സഭയ്ക്ക് ധീരമായ നിലപാടെടുക്കാൻ കഴിയാത്തത് എന്താ? ഇതെല്ലാം തെറ്റാന്ന് സഭ പറയുന്നുണ്ട്, പക്ഷേ ധീരമായ നിലപാട് എന്താ എടുക്കാൻ കഴിയാത്ത? അത് ഞാൻ ഉത്തരം പറയാം. പാപം ചെയ്യാത്തവൻ്റെ വീട്ടിലേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ വല്ലവരുടെ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് പോകാനോ? മനസ്സിലായി? അവനെ നിഷേധിക്കുകയല്ല, അവനെ യേശുക്രിസ്തു സക്കായിയുടെ വീട്ടിൽ പോയി താമസിച്ചു. പക്ഷേ പാപിയുടെ വീട്ടിൽ പോയി താമസിച്ചു. അതെ. എന്നാൽ എന്നിട്ട് ആ ആളിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കി. അയാൾ നന്നാക്കാൻ പോയതല്ല. ഞാൻ ആരെയും നന്നാക്കാൻ നോക്കുന്ന ആളല്ല. എന്നാൽ എന്നെ കണ്ട് അവൻ നന്നാകാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ വ്യത്യാസപ്പെടാം. ഇന്നിപ്പം നമ്മൾ പത്രത്തിൽ വായിച്ചില്ല ഒരു അച്ഛനെ പറ്റി. ഏതാണ് ആ അച്ഛൻ ഗുണദോഷിക്കാൻ നോക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഫ്രാൻസിസ് പാപ്പ തിരുമേനി ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഒരു ബിഷപ്പിനെ മുടക്കി വലിയ പലേഷ്യൽ പാലസ് സസ്പെൻഡ് ചെയ്തു. അപ്പം അങ്ങനെയുള്ള ബോൾഡ് ആക്ഷൻ ആർക്കാ ധൈര്യം? വലിയ അരമന വേണതേന് എനിക്ക് വല്ലവരെയും ശിക്ഷിക്കാൻ നോക്കും. ഞാനും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ചെറിയ സഭയ്ക്ക് അഫോർഡ് ചെയ്യാവുന്നതിൽ കൂടുതൽ പണം മുടക്കി ഞാൻ വലിയൊരു അരമന പണിയിച്ച് അതിൻ്റെ അകത്ത് താമസിച്ച് മറ്റേ ആള് പോളിക്ക് പണിതതിന് കുറ്റം. അപ്പോൾ കണ്ണിലെ കോല് കിടക്കുമ്പോൾ കരടെടുക്കാൻ പറ്റുകയില്ലെന്നാ തിരുമേനി പറയുന്നത്. അതെ. അതുകൊണ്ട് ഞാൻ വ്യത്യാസപ്പെടണം ആദ്യം. കുര്യജൻ പറഞ്ഞ കാര്യം ശരിയാണ്. അതായത് ഈ കല്യാണം ഇന്ന് നടത്തുന്നതിൻ്റെ ഉദ്ദേശം യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് വളരെ മാറില്ല. ഇതിന് ഈ മദ്യപാനം പോലെ നമ്മളെല്ലാവരും കൂടെ കൂടി വലിയ ആർഭാടമുള്ള കല്യാണത്തിന് സംബന്ധിക്കത്തില്ല എന്ന് പറയാൻ കുറച്ച് ബിഷപ്പന്മാർ ധൈര്യമാവുകയാണെങ്കിൽ, അതായത് പ്രൊട്ടസ്റ്റ്. ഇപ്പം ഞാൻ വേറെ അച്ഛൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ആർഭാടത്തിൻ്റെ ഭാഗം ആ ബിഷപ്പിന് എന്നേക്കാൾ ശരിക്ക് ചൊല്ലുന്ന അച്ഛനെ വിട്ടേച്ച് എന്നെ ചൊല്ലുന്നു ബിഷപ്പിനെ വരുത്തി എന്ന് പറയുന്ന. അപ്പം
ഞങ്ങളുടെ അവിടുത്തെ ഇടവകയുടെ ആനുവൽ മീറ്റിങ്ങിന് ഡെപ്യൂട്ടി ചെയർമാനെ വിളിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ വലിയ അന്തസ്സ്. അതിന് ഈ അനാവശ്യമായി ജീവിക്കുന്നവരുടെ മീറ്റിങ്ങിന് ഞാൻ വരികയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പല ഇടവക്കാർ വ്യത്യാസം. അല്ല, ഞാൻ കുര്യൻ സാറ് പറഞ്ഞ പോലെ ഞാനും പറയുന്നു, നിങ്ങളുടെ മീറ്റിങ്ങിന് വരികയില്ല. നിങ്ങൾ അനാവശ്യമായി 6 കോടി രൂപയോ മറ്റും മുടക്കി നമ്മുടെ എവിടെയോ ഒരു പള്ളി വേണം നമ്മൾ എന്നോ കാര്യത്തിന്. അതിൻ്റെ അകത്തെ 3 കോടിയുടെ കൂടുതൽ ആളിരിക്കുകയില്ല. ഞാനിങ്ങനെ പോകുമ്പോൾ അവിടെ പ്രസംഗിക്കും. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കും, ഇങ്ങനെ ഇതൊക്കെ അനാവശ്യമാണെന്ന് പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഇല്ല, പ്രസംഗിച്ചതേ ഉള്ളൂ എന്നറിയാം. അതെ, അത് പ്രസംഗമാണെന്നറിയാം. അത് ശരിയാണ്. നമ്മളിത് ഗൗരവമായി എടുക്കാമെങ്കിൽ കുലുക്കമുണ്ടാകും. പൂർണ്ണമായിട്ട് മാറുമെന്ന് ഞാൻ പറയുന്നില്ല, കുലുക്കമുണ്ടാകും. ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പ ഒരു ഉണ്ടാക്കി, അതുപോലെ നമുക്ക് ആർക്കും ധൈര്യമില്ല. ഞാനൊരു ഉദാഹരണം, നമ്മുടെ ഒരു അച്ഛൻ ബാക്ക്വേർഡ് ക്ലാസ് കോൺഗ്രിഗേഷനിൽ ഭക്ഷണത്തിന് പോകത്തില്ല. അവരുടെ കല്യാണമൊക്കെ നടത്തിക്കൊടുക്കും. അപ്പോൾ യൂഹന്നാൻ തിരുമേനി ഇതറിഞ്ഞ് അച്ഛനെ പഠിപ്പിച്ചു. അച്ഛൻ പോകണം. അവരുടെ ഒത്തിരി ഏരിയ ഉണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതൊരു വൃത്തിയല്ല എന്നൊക്കെ പറഞ്ഞു. അവരുടെ കല്യാണം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ആദ്യത്തെ. അതുകൊണ്ട് അച്ഛൻ പോകണം. അച്ഛൻ മനസ്സോടെ, അതായത് തിരുമേനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛനെ ശുശ്രൂഷ വെച്ചുകൊണ്ടിരിക്കാൻ നോക്കുകയില്ല എന്ന് പറഞ്ഞു. അച്ഛൻ മനസ്സോടെ ചെന്നപ്പോൾ നമ്പൂതിരിപ്പാട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. മനസ്സിലായി. അപ്പോൾ അച്ഛൻ മാസാന്തരം, പിന്നെ അച്ഛൻ എന്നും പോകും. അപ്പോൾ ഇന്ന് നമ്മളും പോവുകയില്ല. ഇത് ക്രിസ്ത്യാനികളാകുകയാണെങ്കിൽ ലോകം വ്യത്യാസപ്പെടും. വെരി കറക്റ്റ്. അതാണ് സഭയും. അതെ, നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വിളിച്ച് മൈക്കിൽ കൂടെ പറയും, നമ്മളെ നോക്കത്തുമില്ല, അതില്ലെന്നുള്ള ഭാവത്തിൽ നടക്കുക. അതെ 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 അതെ. അത് വലിയ തിരുമേനിയുടെ ഒരു വലിയൊരു തിരിച്ചറിവാണ്. നമ്മൾ സ്വയം നോക്കണം, നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. അതെ, സഭ തന്നെ സ്വയം ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം. ക്രൈസ്തവ സമൂഹം. തിരുമേനി, പിന്നെ ഇനി തിരുമേനിയോട് ഒരു വിശ്വാസപരമായ ചോദ്യം ചോദിക്കാൻ പോവാം. ദൈവത്തോട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പറയാമല്ലോ, ഇല്ലേ? ഇപ്പം ഞാൻ ഇലക്ഷന് നിന്ന് നിൽക്കുമ്പോൾ ദൈവം എന്നെ ഞാൻ ജയിക്കണമെന്ന് പ്രാർത്ഥിക്കും. അത് വോട്ട് പെട്ടിയിലായി കഴിഞ്ഞും പ്രാർത്ഥിക്കും. പെട്ടിയിലായി കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു, പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഗുണമുണ്ടോ? ശരി, അതിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ ദൈവം മനസ്സ് മാറും. ദൈവം ദൈവം ആദ്യം മനസ്സിൽ കണ്ട കാര്യം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാറ്റുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം വരിക, അങ്ങനെയാണെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കരുതെന്ന് നമ്മൾ പറയുന്നതിൻ്റെ യുക്തി തന്നെ. എൻ്റെ പിതാവോ മാതാവോ മരിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനത് ദൈവത്തോട് പറയും. അതിനകത്തുള്ള കുഴപ്പം എന്നാ? അത് വേണ്ടാന്ന് പറയുന്നതിൻ്റെ കാര്യം എന്നാ? അതിന് നമ്മളെ അത് വേണ്ടെന്ന് പറഞ്ഞില്ല. മരിച്ചവർക്ക് അവരുടേതെല്ലാം ചെയ്തു. ഇനി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഗുണം അതാ ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളും പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഗുണം അതിന് മുമ്പ് പ്രാർത്ഥിക്കണം.
അത്രേ ഉള്ളൂ. അല്ല, അപ്പം ഞാനിപ്പോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് നമ്മളെങ്ങും പറഞ്ഞിട്ടില്ല. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, ആ ഗുണമില്ല. അതാ അതിൻ്റെ കാര്യം. പക്ഷെ വേണേ ഒരാൾക്ക് പ്രാർത്ഥിക്കാം. അവൻ തന്നെ എൻ്റെ അഭിപ്രായം മിക്കവാറും അമ്മയുമായി അടിച്ച് പിണങ്ങാനവരെല്ലാം പ്രാർത്ഥിക്കും. അതെ. അപ്പോൾ അത് ഈ പെട്ടിയിൽ വോട്ടായി കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വോട്ട് പെട്ടിയിലുണ്ട്, എന്നാലും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ പോലെ. അത് എനിക്ക് ദൈവത്തോട് എനിക്ക് പറയാൻ അവകാശമുണ്ട്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ദൈവത്തിനറിയാം. ഞാൻ പറഞ്ഞത് ദൈവം ചെയ്തില്ലെങ്കിൽ എൻ്റെ അപ്പനോട് ഞാൻ പറയുന്നു എന്നെ മെഡിസിന് വിടണം. എനിക്ക് മെഡിസിന് പോകാനുള്ള മാർക്കില്ല. അപ്പോൾ എങ്ങനെ അപ്പൻ മെഡിസിൻ നോക്കുക? അപ്പം അതുകൊണ്ട് ഞാൻ പറയും, എൻ്റെ അപ്പനോട് ഞാൻ പറയും, പക്ഷേ അപ്പൻ എടുത്തില്ല, നിയമം അനുവദിക്കുകയില്ല. ഇപ്പോൾ കുരിയച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു അഡ്മിഷൻ ആ കോളേജ് വാങ്ങിച്ചു തരണം എൻ്റെ അനിയൻ. അത് കുരിയച്ഛനും അറിയാം ഇത്രയും മാർക്കുള്ളതിനെ അവിടെ എടുക്കാൻ ഒക്കുകയില്ല, എടുക്കുന്നത് അനീതിയാണ്. എന്നാലും ഞാൻ പറയും ഇല്ല, ചെയ്യരുതാത്ത പല കാര്യം ചെയ്യാൻ പറയാനുള്ള അവകാശമുണ്ട്, പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. ഏത് സമയത്തും നമ്മുടെ ദൈവം വേണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മറ്റത്. അത് ചെയ്തില്ലെന്നും പറഞ്ഞ് ദൈവത്തെ തിരുമേനി ഈ 100 വയസ്സായിട്ടും തിരുമേനി ഈസ് ഫുൾ ഓഫ് എനർജി, വളരെ ഷാർപ്പ് തിങ്കിങ്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റിപ്ലൈകൾ, ഫുൾ ഓഫ് ഡൈനമിസം ആൻഡ് എനർജി. ഇതിൻ്റെ സീക്രട്ട് എന്തോ? സീക്രട്ട് ഒന്ന്, എന്നെ സൃഷ്ടിച്ച ദൈവം എന്നെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് എല്ലാവരെയും ഉണ്ട്, എന്നെ ഞാൻ മാത്രമല്ല. അത് ദൈവത്തിൻ്റെ വലിയ കൃപ, അതാണ് ഒന്നാമത്. രണ്ടാമത്, എൻ്റെ മാതാപിതാക്കന്മാർ ദൈവത്തിൽ വിശ്വസിച്ചവരെന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ നശിപ്പിക്കുകയില്ല, അനുഗ്രഹിക്കുകയേ ഉള്ളൂ. മൂന്നാമത്, അവരിൽ കൂടെ ദൈവസ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. എൻ്റെ മാതാപിതാക്കന്മാരും സഹോദരി, എൻ്റെ അനിയനെ ഇവിടെ കോട്ടയത്ത് താമസിച്ചിട്ട് നമ്മുടെ കുമ്പനാട്ട് ഹോസ്പിറ്റലിൽ വരും. എന്നിട്ട് അത് കഴിഞ്ഞ് അവനെന്നും എന്നെ കാണാൻ വരും. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ പറഞ്ഞു, നമ്മുടെ ക്രിസോസ്റ്റൻ തിരുമേനി ഒരാഴ്ചയോടെ ഇനി ജീവിച്ചിരിക്കുകയുള്ളൂ. അവർ തമ്മിലുള്ള ആ സ്നേഹം കൊണ്ടാണ് തിരുമേനിയോട് വരുന്നത്. ഇനി ഇതുപോലെ തിരുമേനിക്ക് സ്നേഹമൊന്നും ലഭിക്കുകയില്ല. പിന്നെ മറ്റൊരു കാര്യം, തിരുമേനി തിരുമേനിയുടെ നിരവധി പ്രസംഗങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പല വേദികളിലും നമ്മൾ ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, തിരുമേനി ഓരോ പ്രസംഗത്തിലും അവിടെ ആപ്റ്റായ ചെറു കഥകൾ ഉള്ള നർമ്മങ്ങൾ പറയും. ഈ പറയുന്ന ചെറു കഥകളും നർമ്മവും ഒക്കെ തിരുമേനി നേരത്തെ ആലോചിച്ച് വന്നിട്ട് അവിടെ പറയുന്നതാണോ, അതോ സ്പോണ്ടേനിയസായി അപ്പോൾ തിരുമേനിയുടെ മനസ്സിൽ നിന്ന് വന്ന് പറയുന്നതാണോ? അതിനുള്ള ഉത്തരം ചിലത് ഞാൻ ആലോചിച്ച് വന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റു ചിലത് ദൈവം എനിക്ക് വേണ്ടി ആലോചിച്ച് പറഞ്ഞു. ഈ എൻ്റെ സമൂഹത്തോട് എനിക്കുള്ള കടപ്പാട് വളരെ വലുത്, എല്ലാവർക്കുമാണ്. സമൂഹത്തെ നമ്മുടെ ആവശ്യമായി കാണും. നമ്മളധികവും നമ്മൾ സമൂഹത്തിൻ്റെ ആവശ്യമായിട്ടാണ് കാണുന്നത്, അല്ല മറ്റു മനുഷ്യർ. ഇപ്പോൾ കുരിയച്ചനായിരിക്കുന്നത് സമൂഹത്തിന് കുരിയച്ചനോടുള്ള സ്നേഹവും ബഹുമാനം. ശരിയാണ്, കുരിയച്ചൻ സമൂഹത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്
ഈ വോട്ടെല്ലാം കിട്ടിയത്. പക്ഷേ സമൂഹത്തിൻ്റെ വോട്ട് കിട്ടിയത് കുര്യച്ചൻ സമൂഹത്തെ സ്നേഹിക്കുന്നു. സമൂഹം, അതായത് നമ്മൾ സമൂഹം ആണ് നമ്മൾ മനുഷ്യനാക്കിയത്. അതായത് ഞാൻ എന്നോട് പറഞ്ഞ ഒരു ട്രെയിനിൽ പോയി ട്രെയിൻ പോകാനൊക്കെ മുമ്പിൽ രണ്ട് തടസ്സമൊക്കെ. അപ്പം വലിയ വിഷമമായി, ഞങ്ങൾക്ക് ആർക്കും ഭക്ഷണമെന്ന്. ഞാനൊരു വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഒരു കരിക്ക് തരാമെന്ന്. അവർ പറഞ്ഞ് തരത്തില്ല. ഇപ്പോൾ ഒരാളിന് തന്നാൽ എല്ലാവരും വന്ന് ചോദിക്കും, എൻ്റെ തേങ്ങ് പോവും. അങ്ങനെ ഇരുന്നപ്പോൾ 2 പിള്ളേർ അവിടെ വന്നു. ഒരുത്തൻ പറഞ്ഞു, എടാ ഇയാളെ കണ്ടാൽ നമ്മുടെ പള്ളി ഊദാശ ചെയ്ത് ആ തിരുമേനിയെ പോലിരിക്കും. ഉടനെ അവനും വന്ന് നോക്കി ചോദിച്ചു, ശരിയാടാന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ ഈ ചുമന്ന ഉപ്പായൊക്കെ കണ്ട്, മറ്റേ ഞാനൊരു മുണ്ടും ഷർട്ടും മാത്രം. ഉടനെ അവർ പറഞ്ഞു, നമ്മൾ തിരുമേനി ആടാന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടം. ഉടൻ കരിക്ക് വന്നു. അപ്പോൾ അത് കരിക്കാൻ എല്ലാം വന്നു. അപ്പോൾ ആ പിള്ളേർ തിരുമേനിയെ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് എൻ്റെ കൂടെ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന സർദാർജി പറഞ്ഞു, ബിഷപ്പ് ഇല്ലായിരുന്നു എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. അതായത് ആ കൊച്ചു പിള്ളേരാണ് അയാളെ രക്ഷിച്ചത്. നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും ഒന്നുകിൽ മറ്റൊരുത്തിനെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരുത്തിനെ രക്ഷിക്കുന്നു. അത് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്നെ രക്ഷിക്കുന്നോ ഇല്ലയോ എന്ന് മാത്രമേ, സമൂഹത്തെ ചെയ്യുന്നോ, സമൂഹത്തിന് ഇതിൻ്റെ മേലുള്ള നോക്കേണ്ടത് വലിയ ആവശ്യമാണ്. പക്ഷേ അതിന് നമ്മുടെ ഈ സംഭാഷണം അനുഗ്രഹമായി തീരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സംസാരിക്കാൻ അവസരം കിട്ടിയത് എനിക്ക് വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. എന്ന് മാത്രമല്ല, തിരുമേനി പറഞ്ഞതിൽ പുതിയ ധാരാളം അറിവുകളും എനിക്ക്, പുതിയ ആശയങ്ങളും എനിക്ക് കിട്ടി. എല്ലാവരും തിരുമേനി ഇങ്ങനെ കാണുന്നത്. തിരുമേനിയോട് സമ്പാദിച്ചാൽ പുതിയ ആശയങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് തിരുമേനിയുടെ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് വളരെ പ്രശംസനീയമാണ്. എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവ്. മുമ്പേ പറഞ്ഞ പോലെ എല്ലാവരും, ചെറിയവനായാലും വലിയവനായാലും തിരുമേനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. തിരുമേനിയുടെ ആ മാനുഷിക വശം അത് എല്ലാവർക്കും, ക്രൈസ്തവ സമൂഹത്തിനും മേലധ്യക്ഷന്മാർക്കും എല്ലാം വലിയ മാതൃകയാണ്. തിരുമേനി ഞങ്ങളുടെ കേരള സമൂഹത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. തിരുമേനിയോട് സംസാരിക്കാൻ അവസരം കിട്ടിയത് എനിക്കും വലിയ അഭിമാനവും വലിയ സന്തോഷവും ആണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം, തിരുമേനിയുടെ വിലയേറിയ ഇത്രയും സമയം ചെലവഴിച്ചതിന് തിരുമേനിയോട് ആത്മാർത്ഥമായി നന്ദി പറയുന്നു. 100 വയസ്സിന് മുന്നോട്ട് പോയി വീണ്ടും എത്ര പറയേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ. ദീർഘകാലം അങ്ങനെ ജനനന്മയ്ക്ക് വേണ്ടി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സോപ്പ് ശരീരത്തിലെ അഴുക്ക് കളയാനുള്ള ഒരു വസ്തുവായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോപ്പിൻ്റെ അകത്ത് മാലിന്യം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണ്. സഭയെ ശുദ്ധീകരിച്ച് സഭയിൽ കൂടെ ലോകത്തെ ശുദ്ധീകരിക്കണം.